പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 47ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കൊല്ലത്തു നിന്നുള്ള സിന്ധു നെൽസൺ എന്ന ഒരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് സിന്ധു നെൽസൺ. ഞാൻ അഞ്ചൽ, കൊല്ലം ജില്ലയിലുള്ള അഞ്ചൽ നിന്നാണ് വരുന്നത്. നിങ്ങളെല്ലാവരും കേട്ട് കാണും. കഴിഞ്ഞ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഈ സാക്ഷ്യത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വിശകലനം ചെയ്തിരുന്നു ഉടമ്പടി ആരാധനയിലൂടെ. ഞാൻ ആ വിഷയങ്ങളല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സാക്ഷ്യത്തിൽ ഈ മകള് പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്: 2019 ഞാൻ ഈ കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത്, മരിയൻ ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ നാട്ടിൽ, അതായത് കൊല്ലം അഞ്ചലിൽ നിന്നാണ് സഹോദരി സാക്ഷ്യം പറയുന്നത്. എൻ്റെ നാട്ടിൽ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വാമൊഴിയായി ഞാൻ ആരിൽ നിന്നും കൃപാസനത്തെ പറ്റി കേട്ടിട്ടില്ല. അതുമാത്രമല്ല, ഈ മകൾ പറയുന്നുണ്ട് 2019 എനിക്ക് യൂട്യൂബോ വാട്സപ്പോ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ഞാൻ വെളിയിൽ പോകും. അങ്ങനെ തന്നെയാണ് ഈ ഒരു അമ്മ സാക്ഷ്യത്തിൽ പറയുന്നത്. ആ മകളെ ഇന്ന് വലിയൊരു പ്രേക്ഷിതയായി നമ്മുടെ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക് ഒരു മോഡലായി ഈ ഒരു സാക്ഷ്യപീഠത്തിൽ ഈ അമ്മ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകളുടെ ഈ ജീവിതയാത്ര നമ്മൾ ഒന്ന് പരിശോധന ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കുമെന്ന് ഈ ഒരു സാക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഞാൻ ഈ എപ്പിസോഡിൽ ഈ ഒരു സാക്ഷ്യം എടുക്കാൻ കാരണം. ഈ സാക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരംഭിക്കുന്നത് 2019 ഒരു വലിയ ദൈവിക ഇടപെടലോട് കൂടിയിട്ടാണ്. അതായത് എൻഡോസ്കോപ്പി എടുക്കേണ്ട വലിയൊരു രോഗാവസ്ഥയിലൂടെ ഈ അമ്മ കടന്നു പോകുമ്പോൾ വീട്ടിൽ ഇങ്ങനെ സോഫയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ കൗണ്ടർ ആ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പം കിടന്ന് ഞാൻ നന്നായിട്ട് മാതാവിനോട് മാധ്യസ്ഥം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കരഞ്ഞ്. അപ്പം എൻ്റെ ചെവിയിൽ കൃപാസനത്തിൽ വന്ന് അന്ന് കേട്ട്, ഇന്ന് പക്ഷേ അത് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കേൾക്കുന്നത് കൃപാസനമെന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഈ മകൾക്ക് ഓർമ്മ വരുന്നു, കുറേ നാളുകൾക്ക് മുമ്പ് തുമ്പോളിയിലായിരുന്ന ഒരു സിസ്റ്റർ ഈ മകൾക്ക് ഒരു കൃപാസനം പത്രം കൊടുത്തിരുന്നു. അതൊന്നും വായിച്ചൊന്നും നോക്കാതെ ഒരു കീറിയ കൃപാസനം പത്രം കൊടുത്തിരുന്നു. അത് കബോർഡിൽ വെച്ചിരുന്നു. അപ്പോൾ കൃപാസനത്തിലോട്ട് പോകാൻ ഈ ഒരു വിഷമസന്ധിക്ക്, അതായത് നമുക്കറിയാമല്ലോ, ബലഹീനമാക്കപ്പെടുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലാണ് ദൈവത്തിൻ്റെ കൃപ അത് പ്രവർത്തിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ആ ഒരു വലിയ വചനത്തിൻ്റെ അഭിഷേകം പകർന്നു തരുന്ന ഒരു ദൈവാനുഭവമാണിത്. അപ്പോൾ ഈ അമ്മ ഇതേപോലെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് കൃപാസനം പത്രം എടുത്ത് വായിക്കുന്നു. അതിൽ കണ്ടിരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആരംഭിക്കുന്നു. ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, കൃപാസനത്തിൽ പോയി മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷം മതി നമുക്ക് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാൻ. കാരണം ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അസുഖമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു മധ്യസ്ഥ സ്വാധീനം ആ വിഷയത്തിൽ ഉണ്ടാവുകയും ഒപ്പം തന്നെ വലിയൊരു ദൈവിക ഇടപെടൽ ഈ മകള് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അമ്മ പറയുന്നത്. പക്ഷെ ഹസ്ബൻഡ് അതിനെ ഗൗനിക്കുന്നില്ല. അപ്പം ഈ അമ്മ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് തീരുമാനം മാറ്റി ഈ മകള് വന്ന് ഉടമ്പടി എടുക്കുന്നു. ഇതാണ് ഒരു സാക്ഷ്യത്തിൻ്റെ പോക്ക്. തുടർന്ന് 3 തുടർച്ചയായിട്ടുള്ള സൗഖ്യങ്ങൾ ഈ അമ്മ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ ദൈവം നമ്മളിങ്ങനെ മൊത്തത്തിൽ സ്കാൻ ചെയ്യുക. ഈ മരിയൻ ഉടമ്പടി എടുത്താൽ എടുക്കുന്ന വ്യക്തി അതിൽ നിലനിൽക്കുമോ, എന്തുമാത്രം ദൈവസ്നേഹത്തിൽ, വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, സമർപ്പണത്തിൽ ആ ഉടമ്പടിയിൽ മുന്നേറുമെന്ന്
ദൈവത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് വലിയൊരു പ്ലസ് പോയിൻ്റാണ് കൃപാസനത്തിലേക്കുള്ള ആദ്യ ക്ഷണനത്തിലൂടെ ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃപാസനത്തിലോട്ട് പോകാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിയ സോഫയിൽ കിടക്കുമ്പോൾ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ഈ മകളെപ്പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, വലിയൊരു പ്രേക്ഷിത പദ്ധതി. അത് മാത്രമല്ല, വചനം കേട്ട് അത് ഉത്കൃഷ്ടമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മകളാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ വരവോട് കൂടിയിട്ട് ആ മകളുടെ ലൈഫ് മൊത്തം മാറിമറിയുകയാണ്. അമ്മ നേരിട്ട് ക്ഷണക്കത്ത് കൊടുത്തു, കൃപാസനത്തിൽ വന്നു, പിന്നീട് വലിയ പ്രേക്ഷിതയായിട്ട് മാറി. ആ സാക്ഷ്യത്തിൽ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങൾ നിയോഗത്തിന് വേണ്ടിയിട്ടല്ല പുതുക്കുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെ ഉടമ്പടി എടുപ്പിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എങ്ങനെ പ്രാർത്ഥനയിലോട്ട് മുന്നോട്ട് വരണമെന്നുള്ള ഇതിലോട്ട് അങ്ങ് മാറിപ്പോയി. ഒരു നിയോഗവും ഞങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. അതിൽ ഒന്നാമത്തെ വചനം 25-ാം സങ്കീർത്തനം 14-ാം തിരുവചനമാണ്. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്, അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈശോ ആയിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയായിട്ട്, ദൈവപിതാവായിട്ട്, പരിശുദ്ധാത്മാവിനെയൊക്കെ കൂട്ടുപിടിച്ചിങ്ങനെ നടക്കണം എന്ന് ഒരുപാട് വ്യക്തികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിലുള്ള ഒരു കുറവ് എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു സൗഹൃദം സ്വന്തമാക്കാൻ നമ്മൾ നിലനിൽക്കുന്നൊരു കുറവ് വെളിപ്പെടുത്തുന്നൊരു വചനം കൂടിയാണിത്. 25-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്, അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. ഒന്നാമതായിട്ട് കൃപാസനത്തിലോട്ട് നിങ്ങൾ കാല് കുത്തുമ്പോൾ, മരിയൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് വണ്ടി കയറുമ്പോൾ, അതുമല്ലെങ്കിൽ വീട്ടിലിരുന്ന് തീരുമാനം എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു വിശ്വാസ നടപടി എന്നുള്ളത് അതെ, കർത്താവിനെ ഭയപ്പെടുന്നവരാകുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇത് കുറച്ചുകൂടി ലളിതമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ വന്ന കാലഘട്ടത്തിൽ എനിക്ക് എപ്പോഴും ഒരു വലിയൊരു ഭാഗ്യം കിട്ടി. ഇത്രയും വർഷങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാമൊഴിയായിട്ട് നേരിട്ടാണ് എനിക്ക് ഈ പേഴ്സണലായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ വന്ന കാലഘട്ടത്തിൽ കൃപാസനത്തിലോട്ട് കടന്നു വന്ന 2012 കാലഘട്ടങ്ങളിലൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്ന ഒരു ആത്മീയ ഉപദേശപ്രകാരമാണ്: ജോ മോളെ, നീ എന്ത് ചെയ്യുമ്പോഴും ഈശോ നിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാം ഈശോ നിന്റെ മുമ്പിൽ നിന്ന് നേരെ നിന്നെ നോക്കി കാണുന്നു എന്ന് എപ്പോഴും നിനക്ക് ഓർമ്മ വേണം. ഇതെനിക്ക് അച്ഛൻ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് തന്നൊരു ഉപദേശമാണ്. ഞാൻ ഇന്ന് വരെ ഞാൻ ഈശോയോട് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഇന്നേ വരെ ഞാൻ വ്യാപരിച്ചിട്ടുള്ളത്. എന്നെ ഇത്രയും നാള് ഈശോ കൃപാസനത്തിൽ നിലനിർത്തിയതിൻ്റെയും ഒരു കാരണം അതാണ്. അതായത് ഉൽപ്പത്തി 17:1 തിരുവചനം അനുസരിച്ച് അബ്രാഹത്തോട് ദൈവം ആദ്യമായിട്ട് നമ്മുടെ ഇസ്രായേൽ മക്കൾക്കുള്ള മുഴുവൻ വാഗ്ദാനങ്ങളുടെ ഉടമ്പടി നൽകുമ്പോൾ പറഞ്ഞൊരു വാക്ക് ഇപ്രകാരമാണ്: എൻ്റെ മുമ്പാകെ തന്നെ നീ ആയിരിക്കണം, വിശുദ്ധിയോടുകൂടി വ്യാപരിക്കണം. മുമ്പിൽ നിന്നാൽ മാത്രം പോരാ, വിശുദ്ധിയോട് കൂടിയിട്ട് വ്യാപരിക്കണം. നമുക്കറിയാം, ഈശോ നമ്മൾ അപ്രാപ്യനായ അദൃശ്യനായ ഒരു വ്യക്തി എന്നാണ് പലരും ഒക്കെ ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് പലപ്പോഴും പല കള്ളത്തരങ്ങളും അല്ലാതെയും പല ആരും കാണുന്നില്ല എന്നുള്ള മട്ടിലൊക്കെ പല പ്രവർത്തനങ്ങളൊക്കെ മാനുഷിക ബലഹീനതകളുള്ള മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോകുന്നു. അപ്പോൾ എപ്പോഴും ഈശോ എന്നെ നോക്കിക്കാണുന്നു. അതെ, ഒരു ചിന്ത, സങ്കീർത്തകൻ പറയും പോലെ ഒരു ചിന്ത അത് എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ, ഒരു വാക്ക് അത് എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പേ അവിടുന്ന് അത് അറിയുന്നു. അതെ, ഞാൻ ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം അവിടുന്ന് അറിയുന്നു. അപ്പോൾ ഈ മകളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ മകൾക്ക് അടിക്കടി ഇങ്ങനെ 3 സൗഖ്യങ്ങൾ, ഒപ്പം തന്നെ ദൈവരാജ്യത്തിൻ്റെ വലിയൊരു പോരാളിയായി ഈ മകളെ ഉയർത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം അതാണ്. അതായത് കർത്താവിൻ്റെ സൗഹൃദം
അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അപ്പം ഇന്ന് മുതൽ ഒന്ന് ആലോചിക്കണം. നമ്മളിവിടെ നിന്ന് 6 നിബന്ധനകളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ഈ അമ്മ തന്നെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത ഒരുപാട് പേര് ഉടമ്പടി മുടക്കിയിട്ട് കാശുരൂപം പോലും എവിടാന്നറിയാതെ വീടുകളിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കരുത്. അതായത് നമ്മുടെ കൈ നീളണം. ഒരു ആവശ്യക്കാരനെ കാണുമ്പോൾ കരുണയുടെ മുഖമായിട്ട് നമ്മൾ മാറണം. മാമോദീസയിലൂടെ എല്ലാവരും പ്രേക്ഷിതരാകാൻ വിളിക്കപ്പെട്ടവരാണ്. സൈര്യലേപനത്തിലൂടെ അതിൻ്റെ സ്ഥിരീകരണം നമുക്ക് ലഭിച്ചു. അങ്ങനെ ലോകം മുഴുവനും, ലോകത്തിൻ്റെ അതിർത്തികൾ മുഴുവനും ക്രിസ്തു വെളിച്ചമായി പ്രശോഭിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ മാമോദീസ ലഭിച്ച ഓരോ മക്കളും വിളിക്കപ്പെട്ടവരാണ്. മരിയൻ ഉടമ്പടിയിലൂടെ ആകുമ്പോൾ ജാതി, മത, ഭേദമെന്നെ എല്ലാ മക്കളും, മരിയൻ ഉടമ്പടിയെടുത്ത എല്ലാവരും കൃപാസനത്തിൽ നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണവും അതുവഴി ക്രിസ്തു വെളിച്ചവും ലോകം മുഴുവനും പരത്താൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ ഒരു വലിയ വിളി തിരിച്ചറിഞ്ഞ്, വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ ഒരു സാക്ഷ്യം കൂടിയിട്ടാണ് ഈ ഒരു അമ്മ തൻ്റെ വലിയ ദൈവാനുഭവങ്ങൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു വചന പ്രകാരമാണ്, ഞാൻ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു വചനമാണ്. അതായത് അവിടുത്തെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഭയത്തോടെ, വിറയലോടെ കൂടി വേണം വചനം ശ്രവിക്കുവാൻ. അത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. യേശയ്യാ 66:5 തിരുവചനം. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കും. അതെ, വചനം അല്ലെങ്കിൽ ദൈവിക വെളിപാടുകൾ വ്യക്തികൾക്ക് ലഭിക്കുന്നത് അവർ ദൈവവുമായിട്ട് സൗഹൃദത്തിലാകുമ്പോഴാണ്. ഈ ഒരു വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ അത് ഭയത്തോടെ, വിറയലോടുകൂടി ശ്രവിക്കണമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാണ് ഈ ഭയത്തോടും വിറയലോടും കൂടി ശ്രവിക്കുന്നത്? അതെ, പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം അതേപടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് അതേപടി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശയോട് ഇസ്രായേൽ ജനം വാഗ്ദാന നാട് തേടിയുള്ള യാത്രയിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ ആ പാറയോട് കൽപ്പിക്കുക, അതിൽ നിന്ന് ദാഹിച്ച് വലഞ്ഞ ജനത്തിന് വെള്ളം ഞാൻ പുറപ്പെടുവിക്കും. പക്ഷേ മോശ അതനുസരിച്ചില്ല. മോശ വടിയെടുത്തടിച്ചു. അപ്പോൾ ജനം പരീക്ഷിച്ചു, മോശ അനുസരണക്കേട് കാട്ടി. അപ്പോൾ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അതെ, നിങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരെങ്കിലാണ് നമ്മൾ ഐശ്വര്യം പ്രാപിക്കുന്നത്. യേശയ്യാ 1:19 തിരുവചനം. അനുദപിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഈ നോമ്പുകാലത്തിലായിരിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാതെ അത് അതേപടി അനുസരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മോശയോട് ദൈവം പറഞ്ഞു, നീ വാഗ്ദാന നാടിൽ കാലുകുത്തില്ല, കാരണം ഞാൻ കൽപ്പിച്ചതുപോലെയല്ല നീ പ്രവർത്തിച്ചത്. അതെ, അവിടുന്ന് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോഴാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ ഉണങ്ങിയ അസ്ഥികൾ കിടക്കുന്ന വലിയ താഴ്വരയിൽ അസ്ഥികൾ ജീവൻ പ്രാപിച്ച് മനുഷ്യരൂപങ്ങളെ പോലെ എഴുന്നേറ്റുന്നത്. വീണ്ടും അവിടുന്ന് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോഴാണ് ആ അസ്ഥിക്കൂട്ടങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നത്. അതെ, വെറും അസ്ഥിപഞ്ജരമായ നമ്മളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് പ്രവഹിക്കുമ്പോഴാണ്, ആത്മാവ് നമ്മളിൽ നിവേശിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ജീവൻ പ്രാപിക്കുന്നത്. അത് അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത്. മരിയൻ ഉടമ്പടിയുടെ മർമ്മവും അത് തന്നെയാണ്. അതെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതും പ്രകാരം തന്നെയാണ്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ എന്താണ് ആ സമയം പറഞ്ഞത്? ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, 6 കൽഭരണികളാകുന്ന വെള്ളവും നമ്മളും നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിയൻ ഉടമ്പടി എടുക്കാൻ ആദ്യമേ വരുമ്പോൾ തന്നെ ഒരു വലിയ ഭയപ്പാടോട് കൂടിയിട്ട്, അതുമല്ലെങ്കിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു തീരുമാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഉടമ്പടിയിലോട്ട് കടന്നു വരുന്നത്. അതൊരിക്കലും നമ്മൾ പാപം ചെയ്യുമ്പോൾ വടിയെടുത്ത് തല്ലാൻ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ രൂപം അല്ല അത്.
അതെ, നമ്മളെ അനുഗ്രഹിക്കാനായി കൈ തുറന്നു നിൽക്കുന്ന ഒരു ഈശോയുടെ രൂപം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ രൂപം, കൃപാസന മാതാവ് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് പ്രസാദപര മാതാവിൻ്റെ രൂപമാണ്. നിങ്ങൾ കൃപാസനത്തിലോട്ട് കയറി വരുമ്പോൾ തന്നെ കൈ തുറന്നു നിൽക്കുന്ന എല്ലാവിധ കൃപാവരങ്ങളും തൻ്റെ മക്കൾക്ക് ചൊരിയാൻ വെമ്പൽ കൊണ്ട് ദാഹിച്ച് കാത്തു നിൽക്കുന്ന ഒരു അമ്മ. കഴിഞ്ഞ ദിവസം ഒരമ്മ ഈ കൃപാസനത്തിലോട്ട് കടന്നു വന്നപ്പോൾ തന്നെ ഈ അമ്മയ്ക്ക് ഫിലിപ്പി 4:19 തിരുവചനം കിട്ടിയെന്ന് പറഞ്ഞു. കവാടത്തിൽ തന്നെ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ. പിന്നീട് ആ മകളെ എയർലിഫ്റ്റ് പോലെയാണ് സാക്ഷിപീഠത്തിലേക്ക് ദൈവം ഉയർത്തുന്നത്. വീണ്ടും എൻ്റെ മനസ്സിലോട്ട് വന്ന വചനം ഏശയ്യ 49:7 തിരുവചനമാണ്. നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. അതെ, കർത്താവിൻ്റെ നാമം നമ്മൾ വഹിക്കുമ്പോൾ, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ ഭയന്ന് വിറയ്ക്കുമെന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചനത്തെ കണക്ട് ചെയ്യുന്ന വലിയൊരു ദൈവാനുഭവം ഈ അൾത്താരയിൽ പറഞ്ഞു. അത് ഇപ്രകാരമാണ്. ഈ സാക്ഷ്യം പറഞ്ഞ മകള് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വിസിറ്റിംഗ് വിസയിൽ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള 1 വേ ടിക്കറ്റുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ അവർ, നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനല്ലേ ഇങ്ങോട്ട് കയറി പോകുന്നത്, ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുന്നുള്ള വ്യാജേന, അതുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ അങ്ങോട്ടുള്ള ട്രാവലിംഗ് സാധ്യമല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം പാലിക്കുന്ന ഒരു അക്രൈസ്തവയായ മകളാണ്. ആ മകൾ പറയുന്നുണ്ട്, ഈശോയോടും മാതാവിനോടൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ ഡിസംബർ 25-നൊക്കെ ഈശോയുടെ അടുത്ത് ചെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയൊക്കെ തേടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മകളാണ്. ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം പാലിക്കുന്ന ഈ മകൾക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രകാരമാണ്. ഈ സമയത്ത് ഈ മകളെ അറിയാത്ത ഒരു വ്യക്തി അവിടുത്തെ അടുത്തുള്ള ഏതോ ഒരു ഓഫീസിൽ നിന്ന് കയറി വരികയാണ്. അപ്പോൾ അത് പറയുന്നുണ്ട്, ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചൊരു വ്യക്തിയാണോ എന്ന് പറയണം എന്നാണ് പറഞ്ഞത് സാക്ഷ്യത്തിൽ. അപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞ മകള് പറഞ്ഞത് ഇപ്രകാരമാണ്, നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വ്യക്തി കടന്നു വന്നത്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ മകള് കയറിപ്പോട്ടെ, ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഈ മകളെ ഞാൻ കയറ്റി വിടുന്നു എന്ന് പറഞ്ഞ് ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ അടുത്ത് നേരിട്ട് റെക്കമെൻഡ് ചെയ്തു. ഈ മകള് പറയുന്നുണ്ട്, ഞാൻ നേരിട്ട് പ്ലെയിനിൽ കയറുക മാത്രമല്ല, പ്ലെയിനിൽ കയറിയപ്പോൾ എനിക്ക് വല്ലാത്ത ആശങ്ക. ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നവർക്ക് ഉണ്ടാകുന്ന എല്ലാ ടെൻഷനും ഈ വീട്ടമ്മയ്ക്കുണ്ട്. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, എൻ്റെ അടുത്ത് ഒരാളെ മാതാവ് തന്നെ കൊണ്ടുവരുത്തി. അതായത് എൻ്റെ ഈ വ്യാകുലതകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഞാൻ എൻ്റെ ടെൻഷൻ അവരോട് പങ്കുവെച്ചു. ഇനി അവിടെ ചെല്ലുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അടുത്തിരുന്ന സഹോദരി പറഞ്ഞു, ഇല്ല, പാസ്പോർട്ട് മാത്രം ഇനി ആവശ്യമുള്ളൂ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അവിടെ ചെന്ന് ഈ ലൊക്കേഷനിൽ ഇറങ്ങുമ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ മകളെ എത്തിക്കുന്നത് വരെ ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഈ മകളെ അക്കമ്പനി ചെയ്തു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അത്രമാത്രമാണ് നമ്മൾ ഈശോയുടെ നാമം വഹിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ, അതായത് മത്തായി 10:32 തിരുവചനം അനുസരിച്ച് ഈശോയുടെ നാമത്തെ പ്രതി നമ്മൾ ഓരോ കാര്യങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്ത് ഉടമ്പടിയിൽ വിശ്വസ്താപൂർവ്വം മുന്നേറുമ്പോൾ, അവിടുത്തെ നാമം കേൾക്കുന്ന മാത്രയിൽ ഭയന്ന് വിറയ്ക്കുമ്പോൾ, അവിടുത്തെ നാമം വഹിക്കുന്ന മക്കളുടെ മുമ്പിൽ പ്രഭുക്കന്മാരും രാജാക്കന്മാരൊക്കെ ഭയത്തോടെ എഴുന്നേറ്റ് നിൽക്കും. ഈ മകളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഇമിഗ്രേഷൻ ഓഫീസർ ഈ വിഷയം തള്ളുമ്പോൾ അടുത്തു നിന്ന ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ കയറ്റിവിടുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. സിന്ധു നെൽസന്റെ സാക്ഷ്യത്തിലൂടെ ഈശോ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ മകള് വളരെ തീക്ഷ്ണതയോടെ കൃപാസനത്തിലോട്ട് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നിയോഗങ്ങൾ മാറ്റിവെച്ച് ഉടമ്പടി മറന്നുപോയ ഭവനങ്ങളിലേക്ക് ഈശോയുടെ കരുണയുടെ കൈയായി നീണ്ടപ്പോൾ, ആ മകളുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചപ്പോൾ വലിയ അധികാരമാണ് ആ മകൾക്ക് നീ നൽകിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഈ സാക്ഷ്യത്തിലൂടെ. മരിയൻ ഉടമ്പടി എടുത്ത് ഈ ആലയത്തിലേക്ക് കടന്നു പോരുന്ന ഓരോ മക്കളെയും ഈശോയെ
അവരുടെ നിയോഗങ്ങൾ മറന്നുകൊണ്ട് ദൈവരാജ്യ വേലയ്ക്കായി നിങ്ങൾ മക്കളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമില്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.